നമസ്കാരം സുഹൃത്തുക്കളെ, വെൽക്കം ടു മൈ ടോക്ക് ഷോ. 40 വയസ്സ് അടുക്കാറായപ്പോൾ ഞാനൊരു സ്വയം ഒരു തീരുമാനമെടുത്തു. അല്പം എല്ലാവരിൽ നിന്ന് അകന്ന് നിൽക്കുക. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കുമായിരിക്കും, ഞാനൊരു ഈഗോയിസ്റ്റിക് ആണ്, എനിക്ക് ഒരുപാട് ആറ്റിറ്റ്യൂഡ് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ആൻറ്റി സോഷ്യൽ എലമെൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ഞാൻ സ്വയം തീരുമാനമെടുത്തത്? ഒരുപാട് ആളുകളിൽ നിന്ന് മാറുക, ഒറ്റപ്പെടുക. നിങ്ങൾ ഒരുപക്ഷെ ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ തെറ്റല്ല ചെയ്യുന്നത്. ആ നിമിഷമാണ് നിങ്ങൾ നിങ്ങളെ സ്വയം അറിയാൻ ശ്രമിക്കുന്നത്. സ്വയം അറിയുന്നവർ നിങ്ങൾ സ്വയം അറിയുന്നവർ നല്ല തീരുമാനങ്ങൾ എടുക്കും, നല്ല ആളുകളെ കൂടെ കൂട്ടും, ശാന്തി പീസ്ഫുൾ മൈൻഡിന് കൂടുതൽ മുൻഗണന കൊടുക്കും. നിങ്ങൾ അറിയാത്ത പക്ഷം എല്ലാ ബന്ധങ്ങളും നിങ്ങൾ സ്വയം അറിയാത്ത പക്ഷം എല്ലാ ബന്ധങ്ങളും അപൂർണമായി പോകും. സ്വയം നിങ്ങൾക്ക് നിങ്ങളെ കാണാൻ തുടങ്ങുന്ന ദിവസം എല്ലാ ഭയങ്ങളും ഭ്രമങ്ങളും മനസ്സിലാകും. നിങ്ങൾ നിങ്ങളെ കാണാൻ തുടങ്ങുന്ന ദിവസം എല്ലാ ഭയങ്ങളും ഭ്രമങ്ങളും ഇല്ലാതാകും. നമ്മൾ എന്തിനാണ് ചെറുപ്പ കാലഘട്ടത്തിൽ 20-25 വയസ്സ് കാലഘട്ടത്തിൽ ഒരുപാട് നെറ്റ്വർക്കിംഗ് ഫ്രണ്ട്സിനും വേണമെന്ന് ആഗ്രഹിക്കുന്നത്? എന്തുകൊണ്ടാണ്? നമുക്കൊരു ഭയമാണ്, ഒറ്റപ്പെടൽ എന്നുള്ള ഭയം നമ്മുടെ മനസ്സിൽ വരികയാണ്. അതായത് ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഞാനും എൻ്റെ മനസ്സും, ശബ്ദങ്ങളില്ല, ചുറ്റുപാടും ആളുകളില്ല, ഞാനും എൻ്റെ മനസ്സും മാത്രമുള്ളപ്പോൾ നമുക്കൊരു ഭയം ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ കയറിക്കൂടും. പലരും നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് എന്താണ്? ലോൺലിനെസ് എന്ന് പറയുന്നത് ഡിപ്രഷനിലേക്ക് പോകുമെന്ന്. ശുദ്ധ മണ്ടത്തരം. നിങ്ങൾക്ക് ലോൺലിനെസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഹെൽത്തി ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നിങ്ങൾക്ക് യോഗ ചെയ്യാൻ സാധിക്കും, മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കും, ട്രാവൽ ചെയ്യാൻ സാധിക്കും, വർക്കൗട്ട് ചെയ്യാം, പോഡ്കാസ്റ്റ് ചെയ്യാം, പുതിയൊരു സ്കില്ല് നിങ്ങൾക്ക് ലേൺ ചെയ്യാൻ സാധിക്കും. എന്താണ് നിങ്ങൾ പറയുന്നത്? അതായത് നിങ്ങൾക്ക് ഈ ഒറ്റപ്പെടൽ ഉണ്ടാകും, ലോൺലിനെസ് ഉണ്ടെങ്കിൽ. ശുദ്ധമണ്ടത്തരം. നമ്മുടെ വിഷയത്തിൽ എന്ന് പറയുന്നത് ഈ ഭ്രമം, ചെറുപ്പത്തിലെ ഭ്രമം. നമ്മൾ ഈ പറയുന്ന ഒറ്റപ്പെടൽ വരുമ്പോൾ നമുക്കൊരു ഭയം വരും എന്നുള്ള ഭ്രമം വരുമ്പോൾ ചുറ്റുപാടും നമ്മൾ ഒരുപാട് സർക്കിൾ ഉണ്ടാക്കുന്നു, നമ്മൾ നെറ്റ്വർക്ക് ഉണ്ടാക്കുന്നു, രസമാണ്. പക്ഷെ 35 വയസ്സ് കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സിൽ നമുക്ക് വേണ്ടത് ഭ്രമം മാറുകയാണ്. നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് മനഃശാന്തി, പീസ്ഫുൾ ഫോൺ. നമുക്ക് തലയ്ക്ക് വളരെ കുറച്ച് എന്ന് പറയുന്നത്, നമുക്ക് എനിക്കൊന്ന് എവിടെയെങ്കിലും ഇരുന്നാൽ മതി, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കണം എന്ന ചിന്ത വരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ സ്വയം മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. ആ നിമിഷം മുതൽ നമുക്ക് എന്താണ് വേണ്ടത് എന്ന് ആ നിമിഷം നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതുവരെ നമ്മൾ ചെയ്യുന്നതൊക്കെ ഒരു അംഗീകാരത്തിന് വേണ്ടിയാണ്. ആരൊക്കെയോ ഹാപ്പിയാക്കാൻ നമ്മൾ ചെയ്യുന്നു. 40 വയസ്സ് കഴിയുമ്പോൾ നമ്മൾ ചില ബൗണ്ടറി സെറ്റ് ചെയ്യണം. അതായത് പണം കടം കൊടുക്കാൻ ഒരാൾ വിളിച്ചാൽ നോ പറഞ്ഞാൽ ആ നിമിഷം ബന്ധം തീരുമെന്ന് നമുക്കറിയാം. അതറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നോ പറയാനും ബൗണ്ടറി സെറ്റ് ചെയ്യാനും 40 വയസ്സ് കഴിയുമ്പോൾ പഠിക്കണം. 40 വയസ്സ് കഴിയുമ്പോഴേക്കും നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. 4-5 മണിക്കൂർ ഫോൺ കോൾ, ഗോസിപ്പിംഗ്. നമ്മളെന്താ ചെയ്യുന്നത്? 4-5 മണിക്കൂർ ഫോൺ വിളിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുമായിരിക്കും. അതൊന്നും നമ്മളെ ഹാപ്പി ആക്കില്ല എന്ന് നമ്മൾ മനസ്സിലാകും 35 കഴിയുമ്പോൾ. നമുക്ക് എന്താണ് വേണ്ടത്? ഒരു ഇൻ്റലക്ച്വൽ കോൺവെർസേഷൻ. ഒരു 10 മിനിറ്റ് നല്ല സുഹൃത്തുമായി സംസാരിക്കുക, ബുക്കോ അല്ലെങ്കിൽ ഒരു സിനിമയെ പറ്റിയോ സംസാരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല. നമുക്ക് എല്ലാം മനസ്സിലാവും. നമുക്കെന്താ മനസ്സിലാകുന്ന? അതർ പീപ്പിൾ, അതായത് നമ്മുടെ കൂടെയുള്ള ആൻസൈറ്റി, സ്ട്രെസ് നമുക്ക് തരുന്ന ഒരു കൂട്ടം ആളുകളെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നമ്മൾ ആ സമയം പഠിക്കും. സ്ട്രെസ്സും ഓവർ തിങ്കിങ്ങും സ്ലീപ്പ് ഇഷ്യൂസും ആങ്സൈറ്റി, ഈ പറയുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ വരുന്ന ഈ ശരീരത്തിനെ ബാധിക്കും. ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുമുള്ള സർക്കിൾ കൊണ്ടാണ് ഒരു പക്ഷെ വരുന്നത്. ഈ എല്ലാം സ്ട്രെസ്സും ചില ബന്ധങ്ങൾ നിങ്ങളെ രോഗിയാക്കും എന്ന് ആഫ്റ്റർ 40 നമുക്കൊരു നല്ലൊരു ചിന്ത വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, ദൈവമേ, എനിക്ക് എവിടെയെങ്കിലും ഒറ്റയ്ക്കിരുന്നാൽ മതിയല്ലോ എന്ന്. ഒറ്റപ്പെട്ടാൽ ആ നിമിഷം നിങ്ങൾ നിങ്ങളെ തന്നെ തിരിച്ചറിയുന്നു. നിങ്ങളുടെ താല്പര്യങ്ങൾ നിങ്ങൾ ആ നിമിഷം മനസ്സിലാക്കുകയാണ്. സ്വയം അറിയുന്ന ഒരാളിന് ആരുടെയും ആവശ്യമില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 25 വയസ്സിൽ നമ്മൾ കൂട്ടം അതായത് ഒരു ദിവസം ഫോൺ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഡിപ്രഷനാണ്. കാരണം ഫോണിൽ കൂടെയാണല്ലോ നമ്മൾ മറ്റുള്ളവരുമായി ബന്ധപ്പെടുന്നത്. നമുക്കൊരു ഭയം പോലും വരും ഫോണില്ലെങ്കിൽ. സ്വയം മനസ്സിലാക്കുമ്പോൾ എൻ്റെ സന്തോഷം എന്താണ് എന്ന് മനസ്സിലാക്കുന്ന ആ നിമിഷം മുതൽ നമുക്ക് വേറൊരാളുടെ സഹായം വേണ്ട, കൂട്ടുകെട്ട് വേണ്ട. ഞാൻ പറയുന്നത് മെഡിക്കേഷൻ പോലും ആവശ്യമില്ല. കാരണം
മെഡിക്കേഷൻ എന്ന് വെച്ചാൽ അതർ പീപ്പിൾ ഡ്രാമ. നമ്മളൊരു പക്ഷെ പലരുടെ ഡ്രാമാസ് നമ്മൾ കാണൂല. ഇഗ്നോർ ചെയ്യാൻ പഠിക്കണം നമുക്ക്. ഇത് നിന്റെ കഥയാണ്, നീ തന്നെ സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന ഡ്രാമ എന്ന് മാറി നിൽക്കണം. 40 വയസ്സാകുമ്പോഴേക്കും ആ ഡ്രാമയിൽ പെട്ടാൽ നിങ്ങളുടെ പീസ്ഫുൾ കടന്നു പോകും നമ്മുടെ ആ ഒരു ശാന്തി. കാരണം സമയം വളരെ കുറവാണ് 40 കഴിയുമ്പോഴേക്കും എന്തിനും. അപ്പം അതുകൊണ്ട് ഞാൻ ഈ വീഡിയോയുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുമ്പോൾ 40 കഴിയുമ്പോഴേക്കും നമുക്ക് ലൈഫിലൊരു ബൗണ്ടറി സെറ്റ് ചെയ്യണം. എന്താണ് നമുക്ക് ആഗ്രഹം, നമ്മുടെ സന്തോഷം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിനു വേണ്ടി ഒരു നിമിഷം നമുക്ക് കുറച്ച് ദിവസം ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മൾ ചിന്തിക്കണം. ആ സമയം ആണ് നമുക്ക് ഈ ഭ്രമങ്ങളെപ്പറ്റി ചിന്തയില്ലാതെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകൂ യഥാർത്ഥത്തിൽ എന്താണ് നമുക്ക് സന്തോഷം പകരുന്നതെന്ന്. നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ആളുകളെ കുറയ്ക്കുക. നെറ്റ്വർക്കിംഗ് എന്നുള്ള പണ്ടാണ്. നെറ്റ്വർക്കിംഗ് വിൽ ഗിവ് യു, നെറ്റ്വർക്കിംഗ് അല്ല, നമുക്ക് വേണ്ട ചുരുക്കം കുറച്ച് ആളുകൾ, 10 15 അല്ലെങ്കിൽ ചുരുക്കം നമ്പേഴ്സ് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്ന ആളുകളെയാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ ആളുകളിൽ നിന്ന് അകലുന്നൊരു വ്യക്തിയാണെങ്കിൽ ആ തെറ്റല്ല, ആ നിമിഷമാണ് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്ന ചിന്ത നിങ്ങൾക്ക് വരട്ടെ.